ഒടുവിൽ 19 മാസം കഴിഞ്ഞപ്പോൾ BJP മുഖ്യമന്ത്രിക്ക് ബോധം തെളിഞ്ഞിരിക്കുകയാണ്. മണിപ്പൂരിലെ കലാപ വിഷയത്തിൽ സംസ്ഥാന സർക്കാരും മോദി സർക്കാരും തീർത്തും പരാജയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാ അർത്ഥത്തിലും മാപ്പ് ചോദിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു മാപ്പുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് BJPയുടെ ലോക്കൽ നേതാവല്ല, പിന്നെ ആരാണ്? അത് വേറെ ആരുമല്ല, മണിപ്പൂരിലെ BJP മുഖ്യമന്ത്രി സാക്ഷാൽ ബിരേൻ സിംഗ് ആണ്. മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ പരസ്യ മാപ്പ് പറച്ചിൽ ചെന്നെത്തി നിൽക്കുന്നത് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളുടെ ആരോപണങ്ങൾ ശരിവെക്കുന്ന തലത്തിലേക്കാണ്. ബിരേൻ സിംഗിന്റെ കുറ്റസമ്മതം മോദിയെയും അമിത്ഷായെയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെയും ഒന്നടങ്കം പ്രതിക്കൂട്ടിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സംസ്ഥാനത്തെ വംശീയ അക്രമങ്ങളിൽ മണിപ്പൂരിലെ ജനങ്ങളോട് ഖേദം പ്രകടിപ്പിച്ച മുഖ്യമന്ത്രി ബിരേൻ സിംഗ് പറഞ്ഞത് സംസ്ഥാനത്തുണ്ടായ ദൗർഭാഗ്യകരമായ സംഭവ വികാസങ്ങളിൽ ഖേദിക്കുന്നുവെന്നതാണ്. എങ്കിലും ശുഭാപ്തി വിശ്വാസത്തോടെയാണ് വർഷം അവസാനിച്ചതെന്നും 2025 സംസ്ഥാനം സാധാരണ നിലയിലേക്ക് മടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോഴും മുഖ്യമന്ത്രി തനിക്കൊന്നും ചെയ്യാനാകില്ല എന്ന് പറയാതെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഇവിടെ. ഈ വർഷം മുഴുവനും ദൗർഭാഗ്യകരമായിരുന്നു. കഴിഞ്ഞ മെയ് 3 മുതൽ ഇന്നുവരെ സംഭവിച്ചതിന് സംസ്ഥാനത്തെ ജനങ്ങളോട് താൻ മാപ്പ് പറയുന്നു. നിരവധി ആളുകൾക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു. നിരവധി ആളുകൾ അവരുടെ വീടുകൾ ഉപേക്ഷിച്ചു. എനിക്ക് അതിയായ സങ്കടമുണ്ട്. ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ 3-4 മാസമായി സമാധാനത്തിലേക്കുള്ള പുരോഗതി കണ്ടതിന് ശേഷം 2025 സംസ്ഥാനത്ത് സാധാരണ നില പുനഃസ്ഥാപിക്കുമെന്ന് താൻ വിശ്വസിക്കുന്നു. ഇങ്ങനെയാണ് മുഖ്യമന്ത്രി കുറ്റസമ്മതത്തിൽ പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾ മുൻകാല തെറ്റുകൾ ക്ഷമിക്കുകയും മറക്കുകയും വേണമെന്നാണ് സംസ്ഥാനത്തെ എല്ലാ സമുദായങ്ങളോടും അഭ്യർത്ഥിക്കാൻ താൻ ആഗ്രഹിക്കുന്നത് എന്നും ബിരേൻ സിംഗ് പറഞ്ഞു വെക്കുന്നുണ്ട്. സംഭവിച്ചതെല്ലാം സംഭവിച്ചു. സമാധാനവും സമൃദ്ധിയും നിറഞ്ഞ മണിപ്പൂരിലേക്ക് നമ്മൾ ഒരു പുതിയ ജീവിതം ആരംഭിക്കണം. മണിപ്പൂരിലെ 35 ഗോത്രങ്ങളും ഒരുമിച്ച് ജീവിക്കണമെന്നും ബിരേൻ സിംഗ് പറയുമ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഇത്രയും ഗതികെട്ട ഒരു മുഖ്യമന്ത്രി രാജ്യത്ത് വേറെയില്ല എന്നതാണ്. അതേസമയം മുഖ്യമന്ത്രിയുടെ മാപ്പ് പറച്ചിലിന് പിന്നാലെ BJPയെയും മോദിയെയും കടന്നാക്രമിച്ചുകൊണ്ട് കോൺഗ്രസ് രംഗത്തെത്തി കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി ബിരേൻ സിംഗ് ചെയ്തതുപോലെ കഴിഞ്ഞ 19 മാസക്കാലമായി തുടരുന്ന വംശീയ കലാപത്തിൽ പ്രധാനമന്ത്രി മോദി എന്തുകൊണ്ട് മണിപ്പൂർ സന്ദർശിക്കുന്നില്ലെന്നും മാപ്പ് ചോദിക്കുന്നില്ലെന്നും കോൺഗ്രസ് ഇപ്പോൾ ആരോപിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിക്ക് മണിപ്പൂരിൽ പോയി ഇതേ കാര്യം പറയാനാകാത്തത്? രാജ്യവും ലോകവും ചുറ്റി സഞ്ചരിക്കുമ്പോഴും അദ്ദേഹം സ്വന്തം പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനം സന്ദർശിക്കുന്നത് ബോധപൂർവം ഒഴിവാക്കി. മണിപ്പൂരിലെ ജനങ്ങൾക്ക് ഈ അവഗണന മനസ്സിലാക്കാൻ കഴിയുമെന്നും ജയറാം രമേശ് അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. മണിപ്പൂരിലെ ജനങ്ങളെ അപമാനിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ഉത്തരവാദിത്വം പൂർണ്ണമായതിനാൽ ബിരേൻ സിംഗിന്റെ ക്ഷമാപണം ഒന്നുമല്ലെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. 2023 മെയ് 3 വടക്ക് കിഴക്കൻ സംസ്ഥാനത്ത് വംശീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം മണിപ്പൂരിനെ കുറിച്ച് മോദി ഒന്നും പറഞ്ഞിട്ടില്ല. രാജ്യത്തുടനീളം യാത്ര ചെയ്യുന്ന മോദി എന്തുകൊണ്ട് സംസ്ഥാനം സന്ദർശിക്കുന്നില്ല? കോൺഗ്രസ് നേതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരമില്ല. എന്തുകൊണ്ടാണ് മോദി MLA-മാരെയും അതുപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തെയും ജനങ്ങളെയും കാണാത്തത്? ക്രമസമാധാനവും ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിക്കലും സർക്കാരിന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണെന്നും അങ്ങനെ ചെയ്യുന്നത് ഉപകാരമായി പറയേണ്ടതില്ലെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നുമുണ്ട്. കഴിഞ്ഞ 19 മാസങ്ങളായി തോക്കുകളും ഗ്രനേഡുകളും കൈവശം വെച്ചിരിക്കുന്ന ചില സായുധ സേനകളെ മുഖ്യമന്ത്രി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ സംസ്ഥാനത്ത് നടക്കുന്ന സംഭവങ്ങളുടെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി ഏറ്റെടുക്കുന്നില്ല എന്നുള്ള കോൺഗ്രസ് വാദം ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ ബിരേൻ സിംഗിന്റെ മാപ്പ് പറച്ചിൽ. ഇതോടെ അമിത്ഷായും BJPയും കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നതിൽ തർക്കമില്ല.